ലോക എന്ന് പറഞ്ഞൊരു ഫിലിം ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ എല്ലാവർക്കും ഉള്ള ഇതായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ഏതോ മൂവി കാണാൻ ചെന്നിരുന്നപ്പോൾ PVR ലോകയുടെ ടീസർ പ്ലേ ചെയ്തപ്പോൾ ഫസ്റ്റ് വോയിസ് വാസ് എൻ്റെ ആ പരിഞ്ചനോയിലെ എന്നുള്ള പോർഷൻ. സോ അതിനും ഒരുപാട് അപ്രീസിയേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതൊരു ടീം വർക്ക് തന്നെയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉള്ള ഒരുപാട് പേര് അങ്ങനെ ഗ്രൂപ്പായിട്ട് ബാക്കിംഗ് വോക്കൽസ് മറ്റേ വേൾഡ് ഓഫ് ലോക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിനകത്ത് ഞങ്ങൾ പാടിയ തീംസ് ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതെ 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 അതിന് വേണ്ടി ഒരു പ്രത്യേക ഒരു ലാംഗ്വേജ് തന്നെ ഡെവലപ്പ് ചെയ്ത് ജെയ്ക് സാറും പിന്നെ നമ്മുടെ ഹരിനാരായണൻ BK അദ്ദേഹത്തിന്റെ അവരുടെയൊക്കെ ബ്രില്യൻസ് തന്നെയാണ് മുഴിക എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. അത് പാടുമ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര രസമായിരുന്നു. ഇതെന്താ നമ്മൾ പാടുന്ന വരികളൊക്കെ അങ്ങനെ ഒരു ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സമയത്തൊക്കെ കൂടുതലും ജെയ്ക് സാറിന്റെ സ്റ്റുഡിയോയിൽ തന്നെയായിരുന്നു. ലോകയിൽ നമ്മൾ വേൾഡ് ഓഫ് ലോക എന്ന് പറഞ്ഞ ട്രാക്ക് മൊഴിക്കയിൽ, അപ്പൊ അത് പാടാം. ഓ ജഗലേ ജാഗക്കാരേ ഓ അയിലേ മാനെ നിന്ദേ നഗൽ മാറി മനയറിയാഞ്ചേ അവിടെയിലെ ഭൂമിയിൽ വന്ന് വലത് മൊഞ്ചും പിക്കിത്തഞ്ചും പോലാഞ്ചു അങ്ങനെ പോകും. ഇതിന്റെ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ആ ഹീറോയിന് അവരുടെ ഒരു ഫ്യൂറിയസ് ആ ഒരു വാരിയർ എന്നുള്ളൊരു സംഭവം ഒക്കെ വെച്ചിട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് അറിയായിരുന്നു, പിന്നെ മറന്നുപോയി. ഇപ്പൊ കേട്ടാലും രോമാഞ്ചം വരും. അത് ഞാനും ആവണി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടും ഒന്നിച്ച് കേൾക്കുമ്പോൾ നമ്മൾ പാടി അതൊക്കെ വന്നപ്പോൾ നമുക്ക് തന്നെ ഒരു ഗൂസ് ബംസ് മൊമെന്റ് ആയിരുന്നു അത്. എസ്പെഷ്യലി ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ നമുക്ക് ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ മോസ്റ്റ്ലി ഞങ്ങൾ പാടിയ ബിറ്റ്സ് ഒക്കെ ഒരുപാട് ആ ലോകയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ യെസ് എല്ലാം വർക്കായി. ജെയ്ക്സ് ബിജോയ് ബ്രില്യൻസ് അത് തന്നെ. പുതിയ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വാക്കുകളുടെ ഒക്കെ മീനിങ് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടൊക്കെ ഞങ്ങൾക്ക് തരുന്നതില് അതിന്റെ വിത്ത് മീനിങ് കുറെ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. നമുക്കും ഒരു ഭയങ്കര ഒരു കൗതുകമായിരുന്നു ഇത് എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. പക്ഷെ അത് പുറത്ത് അതിന്റെ ഔട്ട്പുട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു തുടരും നല്ല ഇത് കണ്ടിന്യൂ ചെയ്തതാണോ ലോകയിലേക്ക് ജെയ്ക്സ് വിജയുടെ കൂടെ? തുടരും കഴിഞ്ഞിട്ടാണ് ലോക ഏതാണ്ട് അടുപ്പിച്ചായിരുന്നു അത്. മറ്റേത് കേട്ട് ഇംപ്രസ് ആയിട്ടാണോ ലോകയ്ക്ക് വിളിക്കുന്നത് അതോ? പിന്നെ അത് കഴിഞ്ഞിട്ട് ലക്കിലി ജെയ്ക് സാറിന്റെ കൂടെ തുടരും കഴിഞ്ഞിട്ട് കുറച്ച് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ട്, ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബോൾഡ് അങ്ങനത്തെ ടോണിനൊക്കെ അങ്ങനെ വിളിക്കാൻ തുടങ്ങി ലക്കിലി. ഈ ഏതെങ്കിലും ആക്ട്രസിന് വേണ്ടിയിട്ട് പാടണം അല്ലെങ്കിൽ അങ്ങനെ വല്ലതും തോന്നാറുണ്ടോ? എനിക്ക് മഞ്ജു ചേച്ചിക്ക് വേണ്ടി പാടിയ കാണാറുണ്ട്. ലൈക്ക് മഞ്ജു ചേച്ചിയുടെ ഏതെങ്കിലും പഴയ പാട്ട് ഏതെങ്കിലും ഇഷ്ടം ഉള്ള പാട്ട്? ഒരുപാടുണ്ട്. പാടാനാണോ? പാടി തൊടിയിലേതോ പൊന്നാനിലിമേ പുലരി വെയിലൊളി പൂക്കാവടി ആടി തിരുത്തില്ലാന തിമിലതകിലൊടു പാടി പാടി. തോന്നിയിട്ടുണ്ടോ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഒന്ന് വേര് പിടിക്കണമെങ്കിൽ പാട്ട് അറിഞ്ഞിട്ട് മാത്രം പോരാ എന്നുള്ളൊരു? ഡു യു എവർ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്? പാടാൻ കഴിവുണ്ടല്ലോ, റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പാടാൻ അറിയാന്നുള്ളത് പ്രൂവ് ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ അത് ഇൻഡസ്ട്രിയിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു ഒരു പേരെടുക്കാൻ. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇനഫ് ടു നോ സിംഗിങ്, യു നീഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ലക്ക് സംതിങ്. ഒബ്വിയസ്ലി അത് തോന്നിയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. കാരണം ഇനിഷ്യൽ സ്ട്രഗിളിങ് പീരീഡിലൊക്കെ നമുക്കത് ഭയങ്കരമായിട്ട് തോന്നും, അയ്യോ നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ സ്റ്റിൽ എന്താണ് ഒരു ഇത് കിട്ടാത്തതെന്നുള്ളൊരു ഫീലിംഗ് അതെനിക്ക് തോന്നുന്നു സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാവർക്കും ഏതൊരു ഫീൽഡാണെങ്കിലും തോന്നും.
പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട് ദാസ എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഈ കുട്ടിക്കാലത്ത് പാടുമ്പോ ഒക്കെ മെലഡീസ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതും അങ്ങനെ തന്നെയായിരുന്നു? മെലഡീസ് ആയിരുന്നു അതോ കുറച്ചുകൂടെ അടിപൊളി സോങ്സും ഫാസ്റ്റ് ട്രാക്സും? എല്ലാം കേൾക്കുമായിരുന്നു. ഇപ്പോൾ ബോളിവുഡ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനത്തെ ഒക്കെ കേൾക്കുമായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഈ കോമ്പറ്റീഷൻസിനും കാര്യങ്ങൾക്കും ഒക്കെ നമ്മുടെ സുശീലാമ്മ, ജാനകിയമ്മ, അങ്ങനെ ഗന്ധർവ സംഗീതം അതിനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ കൂടുതൽ അങ്ങനത്തെ തന്നെയായിരുന്നു. നെർവസ് ഫീൽ ചെയ്യാറുണ്ടോ ഈവൻ ഇപ്പോ റെക്കോർഡിങ്ങിന്റെ മുന്നെയോ സ്റ്റേജിൽ പാടുന്നതിന് മുന്നേ? ഒരു ചെറിയ ടെൻഷൻ എപ്പോഴും കാണും. ഇനിഷ്യലി ഉണ്ടായിരുന്ന അത്രയൊന്നും ഇപ്പൊ ഇല്ല, പക്ഷെ ആ ഒരു നെഞ്ചെടുപ്പും കാര്യങ്ങളും ഐ തിങ്ക് അത് പാർട്ട് ഓഫ് ഇട്ടാണെന്ന് തോന്നുന്നു. അത് എപ്പോഴും ഉണ്ട്. ബിക്കോസ് നമുക്ക് ആ ഒരു ഫിയർ വരുന്നത് തന്നെ നമുക്കത് നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു സംഭവം കൊണ്ടാണല്ലോ. ആ ഒരു സംഭവമൊക്കെ എനിക്ക് തോന്നുന്നു എപ്പോഴും കാണും. ഈ ചെറുപ്പത്തിൽ കുറെ ലൈറ്റ് സിംഗിങ്ങും സ്റ്റേജ് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു ലൈക്ക് ഒരു ഗോ ടു സോങ് ഉണ്ടായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? എനിക്ക് ഒരു ദൈവം തന്ന പൂവേ ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് ആണ്. ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തേടൽ എന്ന തായേ, ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തേടൽ എന്ന തായേ, வாழ்வு தொடங்குமிடம் நீதானே, வாழ்வு தொடங்குமிடம் நீதானே, வானம் முடியுமிடம் நீதானே, காற்றை போல நீ வந்தாயே, சுவாசமாக நீ நின்றாயே, மார்பிலூரும் உயிரே ஒரு தெய்வம் தந்த பூவே கண்ணில் தேடல் என்ன தாயே. താങ്ക് യു. മോൾക്ക് ഇഷ്ടമാണ്. മോൾക്ക് ഞാൻ പാടിയ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കിളിയെ അങ്ങനത്തെ ഞാൻ പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. അപ്പൊ ലൈക് പുള്ളിക്കാരത്തേക്ക് ഐഡന്റിഫൈ ചെയ്യാം. എൻ്റെ വോയിസ് എവിടെ കേട്ടാലും അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോ യുവർ നെയിം ഇസ് ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടെടുക്കാണ് പാടിലെ യുവർ സോങ് ഇസ് വൺ ഓഫ് ദ മേജർ ഹിറ്റ്സ്. മേജർ ഹിറ്റ് എന്ന് തന്നെ പറയാം. ഓരോ ചാൻസും ഇങ്ങനെ ഒന്നിന്റെ പുറകെ വരുന്നതാണോ? ഒന്ന് പാടി കഴിയുമ്പോൾ അത് കേട്ടിട്ട് വരുന്നതാണോ? ഈ ആടിലേക്ക് എത്തുന്ന ജേർണി അങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ ഷാൻ റഹ്മാൻ ഒബ്വിയസ്ലി ഷാനിക്കയാണ് കമ്പോസ് ചെയ്തത്. അപ്പോൾ ഷാനിക്കേനെ ഞാൻ ഷാനിക്കയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റിലാണ് കാക്കനാട് ആദ്യം താമസിച്ചത്. ഞാനിങ്ങനെ എല്ലാവർക്കും ഡെമോസ് അയച്ച് കൊടുക്കുന്നതിൽ കൂടെ ഷാനിക്കും അയച്ചിരുന്നു. അപ്പോൾ ഷാനിക്കേനെ ഞാൻ ഡയറക്റ്റ് പോയി മീറ്റ് ചെയ്ത്, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വേഴ്സറ്റൈലിറ്റി എന്നുള്ളൊരു പോയിന്റ് ഷാനിക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നെ മറ്റേ കരമിൽ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ബബ്ബയുടെ ടീച്ചർ, അങ്ങനെ ഷാനിക്കായിട്ട് കുറച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഇങ്ങനെ അതും എനിക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡൊന്നും സത്യം പറഞ്ഞാൽ അറിയില്ല. ഷൂട്ട് വേഗം തുടങ്ങാറായി. അപ്പോൾ വേഗം ഒരു പാട്ട് സെറ്റാക്കണം എന്ന് പറഞ്ഞ് ഷാനിക്ക പെട്ടെന്ന് വിളിപ്പിച്ച് അങ്ങനെ പാടിച്ചതാണ് നമ്മുടെ സുൽത്താൻ. അപ്പോൾ ഇത് ഒരു ഡാൻസ് സോങ് ആണെന്ന് അറിയായിരുന്നു. അതിൻ്റെ ഒരു പവർഫുൾ ഒരു പരിപാടി വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു റെഫറൻസ് ഒക്കെ വെച്ച് പാടിയതാണ്. പക്ഷെ പാടുമ്പോഴും എന്താ പറയുക, ഈ ഫിലിമിൻ്റെ ഇങ്ങനെ ഇത്രയും ഒരു മാഗ്നിറ്റ്യൂഡോ അല്ലെങ്കിൽ വേദിക മാം ആണെന്നൊക്കെ ഉള്ളത് ഞാൻ ലാസ്റ്റ് മിനിറ്റാണ് അറിഞ്ഞത്. ഇത് വിത്ത് വിഷ്വൽസ് കണ്ടപ്പോൾ വേറെ ലെവലായി. സോ ഹാപ്പി. മിക്ക സോങ്സ് എങ്ങനെയാന്ന് തോന്നുന്നു പെട്ടെന്ന് പാടിപ്പിക്കുന്നത്. അതെ അധികം റീടേക്സ് ആവശ്യമില്ല. അയ്യോ അങ്ങനല്ല, നല്ലപോലെ പണിയെടുക്കാറുണ്ട്. ഇപ്പൊ ഒരു സെക്യൂർ ഫീലിംഗ് ഉണ്ടോ കരിയറിൽ? അതായത് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് വന്ന ആളാണ്, ഒത്തിരി റിജക്ഷൻ ഫേസ് ചെയ്തു. ഇപ്പോ
പാട്ടുകളൊക്കെ ഹിറ്റ് ആവുന്നുണ്ട്, പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് ബേസ്ഡ് ഓൺ യുവർ സോങ്സ് യു ആർ നോൺ. അങ്ങനെ ഒരു ഇപ്പൊ ശരിക്കും അതെ ഒരു ഗ്രേറ്റ്ഫുൾ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇത്രയും എന്താ പറയാ ആ ഒരു പാത്ത് വെറുതെ ആയില്ല എന്നുള്ളൊരു സാധനം ഇപ്പൊ ഉണ്ട്. ഓൾസോ മൈ ഫാമിലി ഈസ് ഓൾസോ വെരി ഹാപ്പി, എൻ്റെ പേരൻസ് ആണെങ്കിലും. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ഇപ്പോൾ എല്ലാവരും പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സോ ഹാപ്പി. റിലേറ്റീവ്സ് ഒക്കെ അതെ അതെ. മറ്റേത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിൽ എന്താ ചെയ്യുന്നേ എന്നിങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പൊ ഇപ്പൊ പറയുമ്പോ ഇത്തിരി ജാടക്കിട്ട് പറയാം. അങ്ങനെ ഫസ്റ്റ് ടൈം ഐ എം ഫൈൻ എന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് കുഴപ്പമില്ലാതെ ഇനി പോവാം എന്നുള്ളൊരു ഫീലിംഗ് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല സത്യം പറഞ്ഞ. എപ്പോഴും മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വന്ന് അല്ലെങ്കിൽ മ്യൂസിക് എന്ന് പറയുമ്പോഴും എപ്പോഴും ഒരു ലേണിങ് അൺലേണിങ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമ്മൾ ഇനഫ് ആണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എപ്പോഴും ദർ ഇസ് സ്കോപ്പ് ഫോർ ഇമ്പ്രൂവ്മെന്റ്. ഓരോ റെക്കോർഡിങ് കഴിയുമ്പോഴും പക്ഷെ അത് ഇമ്പ്രൂവ് ആക്കായിരുന്നു, ഇത് ഇമ്പ്രൂവ് ആക്കായിരുന്നു, എൻ്റെ ഈ പോയിന്റിൽ കുറെ കൂടെ വർക്ക് ചെയ്യണം, ഇപ്പൊ എൻ്റെ ഹെഡ് വോയിസ് റേഞ്ചിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൽ നിന്ന് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എപ്പോഴും കിട്ടും. അപ്പോൾ എല്ലാ ദിവസവും ഒരു ഇതാണ്, പുതിയ പുതിയ ചലഞ്ചാണ്.